എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമികവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 11 അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഈ അധ്യായം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ കയീനും ഹാബേലും മുതലുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് താഴോട്ട് നമ്മൾ വരുമ്പോൾ ഈനോക്കിൻ്റെ കാര്യം പറയുന്നുണ്ട്, എബ്രഹാമിൻ്റെ കാര്യം പറയുന്നുണ്ട്, നോഹയുടെ കാര്യം പറയുന്നുണ്ട്, ഇസ്ഹാക്കിൻ്റെ, യോസേഫിൻ്റെ, ഇസ്രായേൽ മക്കളുടെ, അങ്ങനെ അനേക കാര്യങ്ങൾ. എബ്രഹാം അവകാശം പ്രാപിച്ചത് കാണപ്പെടാത്ത ദേശത്തേക്ക് കർത്താവിനെ വിശ്വസിച്ച് പോയത്, ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്ത് അവർ കനാൻ ദേശം പ്രാപിച്ചെടുത്ത കാര്യങ്ങളൊക്കെയും ഈ അധ്യായത്തിൽ വിശ്വാസത്തിനെ പറ്റിയുള്ള വിഷയങ്ങളിൽ പറയുന്നുണ്ട്. ഈവൻ രാഹാബിൻ്റെ കാര്യം വരെ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അധ്യായം അനേക മെസ്സേജുകൾ ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി ഞാനും കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ അധ്യായത്തെ നമ്മൾ കൂടുതലും പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ വിശ്വാസം എന്നത് നമ്മുടെ ഈ ഭൗമികമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ് എന്ന രീതിയിൽ പ്രസംഗിക്കുന്ന അനേക ശുശ്രൂഷകളെയും പ്രസംഗങ്ങളും ഞാൻ നേരിട്ട് തന്നെ കേട്ടിട്ടുണ്ട്. കാരണം അതിനെ ഞാൻ ഇതിനെ കണ്ടന്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞത്. ഇവിടെ പിന്നെ അബ്രഹാം ഭൗമിക സ്വത്തുക്കൾ നേടിയെടുത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പലായനം ചെയ്ത് പോയ കാര്യങ്ങൾ, അത് കഴിഞ്ഞ് അവർ അനേക യുദ്ധങ്ങൾ ചെയ്ത് അവിടെ ദേശങ്ങൾ നേടിയെടുത്ത കാര്യം, ദാവീദിൻ്റെ കാര്യം, രാഹാബ് എന്ന വേശ്യയുടെ കാര്യം, അങ്ങനെയൊക്കെയുള്ള അനേക ഭൗമിക കാര്യങ്ങൾ ഇവിടെ പറയുന്നത് കൊണ്ട് പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് ഇതിനെ ഈ രീതിയിലും തിരിച്ചുവിടാൻ വളരെ എളുപ്പമാണ്. കാരണം ഇതെല്ലാം ഭൗമിക കാര്യങ്ങളല്ലേ പറഞ്ഞേക്കുന്നത്. ഇപ്പം എബ്രഹാം ഭൗമിക അനുഗ്രഹങ്ങളാണ് പ്രാപിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലേക്ക് തിരിച്ചുവിട്ട് നമുക്ക് ഭൗമിക അനുഗ്രഹങ്ങളാണ് നമ്മുടെ വിശ്വാസം എന്നുള്ളത് നമ്മൾ ഈ കാണാത്ത 1-ാം വാക്യത്തിനെ ആ രീതിയിൽ അങ്ങ് തിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ UK കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അമേരിക്ക കണ്ടിട്ടില്ല, നിങ്ങൾ സാലറി ഇൻക്രിമെന്റ് കണ്ടിട്ടില്ല, നിങ്ങൾ പ്രൊമോഷൻ കണ്ടിട്ടില്ല, നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ വാക്യത്തിനെ അങ്ങ് വളച്ചൊടിക്കുന്ന അനേക ശുശ്രൂഷകന്മാർ നമ്മുടെ മധ്യത്തിലൊക്കെയും ഉണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ പ്രത്യാശ വച്ചിരിക്കുന്ന കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള പുതിയ നിയമ വിശ്വാസികളുടേതായിട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹവും പ്രത്യാശയും ഏതാണ്? നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യാശ നമ്മുടെ കർത്താവിനോട് കൂടെ ചേരുക എന്നുള്ളത്. അല്ലെങ്കിൽ ഈ ലോകത്തിലെ കനാൻ ദേശമോ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഓസ്ട്രേലിയയിൽ പോകുന്നതോ അമേരിക്കയിൽ പോകുന്നതോ ഒന്നുമല്ല ഈ പറയുന്ന ഈ വിശ്വാസത്തിനെ പറ്റി പറഞ്ഞിരിക്കും. ഇവിടെ നമ്മൾ പലതും കാണുന്നുണ്ട്. വിശ്വാസത്താൽ അവരങ്ങനെ നേടി, അത് നേടി, ആ രാജ്യം നേടി എന്നൊക്കെ പറയുമ്പോൾ അത് തിരിച്ച് പ്യൂർലി ഇപ്പം എബ്രഹാമിൻ്റെ ഫെയ്ത്ത് അവിടെ പറയുന്ന എബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്. യാഗം കഴിക്കാൻ വന്നപ്പോൾ വിശ്വാസത്താൽ എബ്രഹാം യാഗം കഴിച്ചു. അല്ലെങ്കിൽ ഈ കല്ലിൽ നിന്ന് പോലും എബ്രഹാമിന് ഓൾറെഡി വാഗ്ദത്തമുണ്ട്, നിന്റെ സന്തതിയെ ഞാൻ മണൽപ്പരപ്പ് പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയൊക്കെ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെയുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് യാഗം കഴിച്ചാൽ അതിന് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് എബ്രഹാമിനെ പറ്റി അവിടെ പറയുന്നത്. ഈ കല്ലിൽ നിന്ന് പോലും സന്തതിയെ തരാൻ വലിയവനായ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് വിശ്വാസമാണ് അവിടെ പറയുന്നത്. അല്ലാതെ അവിടെ എനിക്ക് ദേശം തരും അല്ലെങ്കിൽ സന്തതിയെ തരും എന്നുള്ള ഭൗമിക കാര്യമല്ല. ദൈവത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള വിശ്വാസവും ഡിപ്പെൻഡൻസ് ആണ് നമുക്കവിടെ ഓരോ വിഷയങ്ങളും ഓരോരുത്തരുടെ ജീവിതത്തിലും നമുക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയുന്നത്. അല്ലാതെ അവരാ ഭൗമികമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയല്ല അവരിതൊക്കെ ചിന്തിച്ചത്. നിങ്ങൾ ഡീപ്ലി നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറൊരു വാക്യം വായിക്കാം. ക്ലോസ് ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ. ഭൂമിയിലുള്ളത് തന്നെ അല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഈ
ഈ 11ാം അധ്യായത്തിൻ്റെ വേറെ ഒരു രീതിയിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നാൽ പറയാവുന്ന അതിൻ്റെ ക്രീം, ആ അധ്യായത്തിൻ്റെ ഒരു ക്രീമായിട്ട് നമുക്ക് പുതിയ നിയമ വിശ്വാസികൾക്കായിട്ട് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഉന്നതങ്ങളിൽ വസിക്കുന്ന കർത്താവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ഉയരത്തിലുള്ളത് വെച്ചിട്ട് നിങ്ങളും ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ഇത് അത്ര ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭൂമിയിലുള്ളതല്ല, നിങ്ങൾ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദിനം പ്രതി നമ്മൾ അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആത്മീയമായിട്ടുള്ള ചിന്തകളും അല്ലെങ്കിൽ നമ്മുടെ ഭൗമികമായിട്ടുള്ള ചിന്തകളും. നമ്മൾ ഈ രണ്ട് വിഷയങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഈ 11ാം അധ്യായത്തിലെ വിഷയം ഞാൻ പറഞ്ഞതുപോലെ ഈ ആത്മീയമായിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങളും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കൂട്ടായ്മകൾ കാണിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് ഓരോ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതും അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോകുന്നത് തന്നെ നമ്മൾ ദൈവത്തിന് എന്തോ കൊടുത്തിട്ട് നമ്മുടെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു 95% ക്രിസ്തീയ കോളത്തിനെയും നമുക്കങ്ങനെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇത് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നതും നമ്മുടെ ക്രിസ്തീയ വിശ്വാസവും നമ്മൾ ആരാധനയ്ക്ക് പോകുന്നതും ഒന്നും നമുക്ക് കർത്താവിന് എന്തെങ്കിലും കൊടുത്ത് സന്തോഷിപ്പിക്കാൻ വേണ്ടി, എന്നിട്ട് നമുക്ക് കർത്താവിൻ്റെ പ്രസാദം സ്വീകരിച്ചിട്ട് നമുക്കെന്തെങ്കിലും ഈ ഭൂമിയിലുള്ള നന്മകൾ അനുഭവിക്കാൻ വേണ്ടിയാണെന്ന് നമ്മൾ ചിന്തിച്ച് ഒരിക്കലും നമ്മൾ തെറ്റിപ്പോകുവാൻ ഇടയാകരുത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പഠിപ്പീരുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ആൾക്കാർ നമ്മളെ തെറ്റിച്ച് കളയുന്നതെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾ ഉയരത്തിൽ ഉള്ളത് ചിന്തിപ്പിൻ എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ അല്പ പാടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വചനത്തിൽ അനേക കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടും ദർശനവും നമുക്ക് വേണ്ടിയതായിട്ടിരിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള അനേക ദുരുപദേശങ്ങൾ നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. അവർ വിശ്വാസം എടുത്തിട്ട് ഒറ്റ പറച്ചില്ല, പിന്നെ ഇത് മുഴുവൻ അബ്രഹാമിന് ദേശം കിട്ടി, നിങ്ങൾക്കും ദേശം കിട്ടും, നിങ്ങൾ പൊക്കോ ഓസ്ട്രേലിയക്ക്, അല്ലെങ്കിൽ അവർ യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി, നിങ്ങളും യുദ്ധം ചെയ്തോ പിടിച്ചടക്കും, നിങ്ങൾ ഭൗമികമായിട്ടുള്ള അനുഗ്രഹങ്ങളും കാര്യങ്ങളും പറഞ്ഞ് മനുഷ്യനെ ആത്മീയ അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായിട്ട് നമ്മളിവിടെ പറയുന്നത് നിങ്ങൾ ഉയരത്തിൽ ഉള്ളത് ചിന്തിപ്പിൻ. നിങ്ങളുടെ ക്രിസ്തു മരിച്ചുയർത്ത് വലതുഭാഗത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങളും ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾക്കറിയാം, എനിക്കുമറിയാം ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന്. അതിന് നമുക്ക് ഈ ഭൂമിയിലുണ്ടായിരുന്ന സമയത്ത് ശിഷ്യന്മാരോടൊക്കെയും മറ്റുള്ളവരോടും ഒക്കെയും ഉപമകളായിട്ടൊക്കെയാണ് പല കാര്യങ്ങളും പറഞ്ഞത്. ഉപമകളായിട്ട് പറഞ്ഞപ്പോൾ അതിന് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ മർക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അവരോട് ഉപമകളായിട്ട് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? അവർക്ക് മനസ്സിലാവാനാണോ മനസ്സിലാവാതിരിക്കാനാണോ? നമ്മളൊക്കെ ചില കഥകളൊക്കെ പറയുമല്ലോ, മനസ്സിലാവാൻ വേണ്ടി പറയും. ഇത് അവിടെ പറഞ്ഞേക്കുന്നുണ്ടോ? അവർക്ക് മനസ്സിലാവണ്ട. മനസ്സിലായോ? മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ് ചിലത് ഉപമകളായിട്ട് പറഞ്ഞേക്കുന്നത്. കാരണം അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കോ അല്ലെ ആ പ്രകാശനം ലഭിച്ചവർക്ക് വേണ്ടി മാത്രമാണ്. ശിഷ്യന്മാർ പോലും കർത്താവിനോട് എന്തുവാ പല ഉപമകളും കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം പോകുമ്പോൾ കർത്താവ് എന്തുവാ പറഞ്ഞ് അവിടെ വിതയ്ക്കുമ്പം പറഞ്ഞു, പറവ വന്നു കിളിച്ചു, മുള്ളിൻ്റെ അടിയിൽ പോയി ഞെരുങ്ങി 100 വിളഞ്ഞു എന്നൊക്കെ. ഇതെന്തുവാ ഈ പറയണേ? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അല്ലെങ്കിൽ നിന്റെ നിന്നെ പിന്നെ സ്നേഹിക്കണം എന്നൊക്കെ നല്ല ഇടേണ്ട കാര്യം പറഞ്ഞപ്പോഴൊന്നും ശിഷ്യന്മാർക്കും മനസ്സിലായില്ല. അപ്പോൾ ഇതൊന്നും എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയല്ല ഈ കാര്യങ്ങളൊന്നും ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയുന്ന മെസ്സേജും നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ക്രീം ഓഫ് ദ മെസ്സേജ് നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. അതെനിക്ക് ഉറപ്പാണ്. മേ ബി വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഞാൻ ഈ പറയുന്ന മെസ്സേജിൻ്റെ സെൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. കാരണം ഞാൻ പറയുന്നത് അത് നിങ്ങളുടെ കുഴപ്പമല്ല. നമ്മളുടെ ചുറ്റുപാടും നമ്മുടെ ചിന്തയും നമ്മുടെ കെട്ടുപാടുകളും ഒക്കെ അതിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനൊന്നും കഴിയാതെ പോകുന്നത്. അപ്പോൾ ആ സഹോദരൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നതേ ഉള്ളൂ. ആരെയും കുറച്ചോ കൂട്ടിയോ കാണിക്കാൻ വേണ്ടി പറയുകയല്ല. അദ്ദേഹം
ഒരു ഇന്നത്തെ ഒരു ബ്രദറൻ ഒരു പെന്തിക്കോസ് സഭകളുടെ വിശ്വാസികളുടെ ഞാനും നിങ്ങളും ചേർന്ന വിശ്വാസികളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ കഥ പുള്ളിയുടെ കണ്ടപ്പോഴുള്ള കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. പുള്ളിക്കാരൻ്റെ പഴയ കാലങ്ങളിൽ അല്ലെ എൻ്റെ പഴയ കാലങ്ങളിൽ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഈ ആത്മീയ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റി പോയിട്ട് തേർഡ് പ്രയോറിറ്റി പോലും അല്ല. ആത്മീയ വിഷയങ്ങൾ കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെ നമുക്ക് തേർഡും ഫോർത്തും ഫിഫ്ത്തും ഒക്കെ പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഈ സഹോദരനെ ഞാൻ പോയി കണ്ടപ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാര്യം, നമ്മൾ ആത്മീയ വിഷയങ്ങൾ പലതും പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററിൻ്റെ മെസ്സേജിൽ ഇങ്ങനെ പറഞ്ഞു, BBS അങ്ങനെയുള്ള പ്രോഗ്രാം ഏതാണ് നടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഉറക്കെ പാട്ട് പാടിയില്ലെങ്കിൽ ഞാനിപ്പം വചന ശുശ്രൂഷയ്ക്കുള്ള ആളെ വിളിക്കും എന്ന് പറഞ്ഞാൽ, വചന ശുശ്രൂഷ എന്ന് പറയുന്നത് ആൾക്കാരെ പേടിപ്പിക്കാനോ അല്ലെ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കൊണ്ട് കൊടുക്കുന്നതായിട്ടുള്ള ഒരു സാധനമാണ് ഈ ദൈവിക ശുശ്രൂഷ. വചന ശുശ്രൂഷയായിട്ടാണ് ആൾക്കാർ കേൾക്കുന്നത്. കാരണം പാട്ട് പാടുന്നതും ബാക്കിയുള്ളതൊക്കെയാണ് കുട്ടികൾക്ക് ഇഷ്ടം. നിങ്ങൾ അത് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇത് കൊണ്ടുവരും. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ പല ശുശ്രൂഷകളും ആത്മീയ ശുശ്രൂഷകളും നമ്മൾ ഏർപ്പെടുന്നത് നമുക്ക് താല്പര്യമില്ലാതാണ് നമ്മൾ ഏർപ്പെടുന്നത്. നമ്മൾ അവിടെ ചെന്ന് ഇരിക്കുകയാണ്, നമ്മൾ നിർബന്ധിതരായിട്ട് ചുമ്മാ ഇരുന്ന് കേൾക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ ആത്മാവും യേശുക്രിസ്തുവും പലതവണ പറഞ്ഞത് പണ്ടേ ഇത് തന്നെയാണ്. അപ്പോൾ ഈ സഹോദരൻ ഞങ്ങളവിടെ പോയപ്പോൾ ഈ സഹോദരൻ വളരെ ശ്രദ്ധ വെച്ച് കേൾക്കുകയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? കാരണം അദ്ദേഹം രോഗത്തിൻ്റെ അവസ്ഥയിലാണ്. രോഗത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ പ്രയാസങ്ങളിൽ പോകുമ്പോൾ അപ്പം നമ്മൾ ആത്മീയ കാര്യങ്ങൾ കേൾക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരും. നിങ്ങളത് മറന്നു പോകരുത്. വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ പലരെയും ഞാനിപ്പോൾ ഈ ദിവസങ്ങളിൽ 70-80 വയസ്സുള്ള ഒത്തിരി പേരെ ഈ ദിവസങ്ങളിൽ സംസാരിച്ചു. ചിലർക്ക് പറയുന്ന കേൾക്കൂല. ഞാൻ ഇത്രയും ഉച്ചത്തിൽ പറഞ്ഞാലും അവർക്ക് പറയുന്ന പലതും കേൾക്കത്തില്ല. കാരണം അവർക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ആത്മീയ കാര്യങ്ങൾ കേൾക്കാൻ ചെവി കേൾക്കുന്നില്ല. ചിലർക്ക് ഈ മെമ്മറിയുടെ കണക്ഷൻ്റെ പ്രോബ്ലം വരും. നമ്മൾ കുറച്ചുകൂടെ പ്രായം മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിൻ്റെ കണക്ഷൻ നഷ്ടപ്പെടും. നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മളൊരു സബ്ജക്റ്റ് ഇപ്പം ഞാനിപ്പം 3/4 മണിക്കൂർ പ്രസംഗിച്ചാൽ അത് മുഴുവൻ നിങ്ങളൊന്ന് സംഗ്രഹിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ മെസ്സേജിൻ്റെ ആ ബ്ലെസ്സിങ്സ് കിട്ടത്തുള്ളൂ. അല്ലാതെ 1 മിനിറ്റിന് മുമ്പ് പറഞ്ഞ എന്താണെന്ന് ഓർക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ ആത്മീയ കാര്യങ്ങളുടെ ഗുണം കിട്ടും? കണ്ണ് കാണാൻ വയ്യാതായി കഴിഞ്ഞാൽ എങ്ങനെ ബൈബിള് വായിക്കും? അല്ലെങ്കിൽ ഇതുപോലൊക്കെ ചിന്തിക്കുന്നത് പ്രോപ്പർലി കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കും? ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള അനേക അവസ്ഥകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നമ്മൾക്ക് ഇതൊന്നും ലഭിക്കത്തില്ല. കാരണം വേറൊരു വിഷയം ഞാൻ പറയാം. ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളൊരു എന്തെങ്കിലും ഒരു മാരകമായിട്ടുള്ളൊരു അസുഖം ബാധിച്ചിപ്പോൾ നമ്മൾ കിടക്കുവാണെന്ന് വെച്ചോ, പലരും അവിടെ പോയി ഈ രോഗിയോട് എന്തെങ്കിലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നിങ്ങൾ പ്രത്യാശയിൽ ഉറയ്ക്കണം, അല്ലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേരുവാൻ കാത്തിരിക്കണം, ബലപ്പെടണമെന്നൊന്നും പറയാൻ ശുശ്രൂഷകന്മാർക്ക് തന്നെ കഴിയില്ല. കാരണം മാനുഷികമായിട്ട് നമ്മൾ മരിക്കാറായി കിടക്കുന്ന ഒരാളോട് പോയി മരിക്കാൻ റെഡിയാവണമെന്ന് പറയാൻ ഇറ്റ് ഈസ് സംതിങ് ഡിഫിക്കൽട്ട് അല്ലേ? അതുകൊണ്ട് നമ്മൾ ആരും അങ്ങനെ പറയില്ല. കാരണം ഞാൻ പറഞ്ഞതറിയാമോ, നമുക്ക് അസുഖം ബാധിച്ചു കിടക്കുന്ന ഒരു സമയമായാൽ ആരും വന്ന് നമ്മളോട് ആത്മീയ കാര്യങ്ങൾ പറയത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കില്ല നിങ്ങൾ സുഖമില്ലാതിരിക്കുമ്പോൾ നിങ്ങളോട് ആരെങ്കിലും വന്ന് ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു തരും എന്ന് നിങ്ങൾ വിചാരിച്ചു പോകല്ല. കാരണം ആൾക്കാർക്ക് മടിയാണ് ആത്മീയമായിട്ടുള്ള ഏറ്റവും വലിയ കാര്യങ്ങൾ പറയുവാൻ വേണ്ടി. ഞാൻ ഈ സുഖമില്ലാതുള്ള സഹോദരനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് മുഴുവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചേരുവാൻ സഹോദരൻ റെഡിയാവണം. കാരണം ഒരുത്തൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ എന്നെ ദൈവാത്മാവ് പ്രേരിപ്പിച്ചത്, സഹോദര പ്രത്യാശയിൽ ഉറയ്ക്കണം, ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ ടെമ്പററിയാണ്. കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ഭാര്യയെ ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഒരു സഹോദരൻ എൻ്റെ മുമ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ്റെ മുഖത്ത് നോക്കി, ദൈവത്തോട് ചേരുവാൻ നീ ശക്തി പ്രാപിക്കണം, ആത്മീയ കാര്യങ്ങളിൽ കർത്താവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ബലം പ്രാപിക്കണം എന്നൊക്കെ പറയണമെങ്കിൽ സാധാരണ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ശുശ്രൂഷകനോ പോലും കഴിയുന്ന, അല്ലെങ്കിൽ വേറെ പറഞ്ഞ മനുഷ്യത്വമുള്ളവന് പറയാൻ പറ്റുന്നതല്ല. പക്ഷെങ്കിൽ എന്നെ കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയിച്ചു.
ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ഓരോ അവസ്ഥകൾ വരുമ്പോൾ നമുക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനും കേൾക്കുവാനും അവസരങ്ങളില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നതിന് മുമ്പ് നമ്മൾ ആത്മീയമായിട്ട് ബലം പ്രാപിച്ച് ആത്മീയമായിട്ട് ദർശനമുള്ളവരായെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ആ സന്ദർഭങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കുവാൻ നമുക്ക് ബലം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള മനുഷ്യരെ പോലെ പതറിപ്പോകും. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അത് സഹിക്കണമെങ്കിൽ, അതിന് കൃപ ലഭിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ക്രിസ്തു ജീവിതത്തിൽ ബലമുള്ളവരാണെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് അതിജീവിക്കുവാൻ കഴിയുള്ളൂ. അല്ലാതെ നിങ്ങൾ ക്യാൻസർ വന്നതിന് ശേഷവും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിന്തിക്കാൻ പോലും സമയം കിട്ടത്തില്ല, ടപ്പയെന്നൊരു പോക്കായിരിക്കും. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഉള്ള നല്ല സമയങ്ങൾ നമുക്ക് ആത്മീയമായിട്ടുള്ള ചിന്തിക്കുവാൻ, നിങ്ങൾ ഉയരത്തിലുള്ള ചിന്തിക്കുവാൻ, അല്ലാതെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ച് വശംവദരാകാതെ ആത്മീയമായിട്ട് ഉന്നതങ്ങളിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി നമ്മൾ താല്പര്യമുള്ളവരായിരിക്കണം. ഞാൻ ആ യുവ സഹോദരനെ പറ്റി പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. ഞാനിങ്ങനെ പറഞ്ഞ സഹോദരൻ മരിച്ചു. കാരണം എൻ്റെ മുമ്പിൽ നല്ല ആരോഗ്യത്തോടെ ബെഡ്റൂമിൽ നിന്ന് എണ്ണീറ്റ് വന്ന് എൻ്റെ മുമ്പിലിരുന്ന് ഓൾമോസ്റ്റ് അരമണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾ ആ വീട്ടിലിരുന്ന് സംസാരിച്ചു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ആരോഗ്യമുള്ളൊരു സഹോദരൻ. എന്നെ ദൈവാത്മാവ് പ്രേരിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞു. ദൈവത്തോട് ചേരുവാൻ, ആത്മീയമായിട്ട് ഉണർവുള്ളവനായിട്ട്, ആത്മീയ സന്തോഷമുള്ളവനായിരിക്കണമെന്ന് ഞാൻ ആ സഹോദരനോടും പറഞ്ഞു. പക്ഷെങ്കിൽ പിന്നെ അതിനുശേഷം ഞാൻ കേട്ടത് ആ സഹോദരൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ എത്ര സമയം നമുക്കത് മറ്റുള്ളവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുവാൻ കഴിയും, എത്ര സമയം നമുക്കിത് കേൾക്കുവാൻ കഴിയും എന്നുള്ളത് വളരെ സംശയകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ചിന്തയോടെ, ആത്മീയമായിട്ട്, ആഴത്തോടെ നമ്മൾ മനസ്സിലാക്കി ഇരിക്കണം. വിചാരിക്കേണ്ട എനിക്കിനി ഒരുപാട് സമയമുണ്ടല്ലോ, 80 വയസ്സാകാൻ, ഞാൻ 75 വയസ്സായിട്ട് നന്നായിക്കോളാം എന്ന് നീ വിചാരിക്കില്ല. യു ഹാവ് ടു ബി സ്പിരിച്വലി ഹാപ്പി ടുഡേ. മനസ്സിലായോ? അതുകൊണ്ട് ആത്മീയ സന്തോഷത്തോടെ ജീവിപ്പാൻ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ് എന്നുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ബോധം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നിക്കോദിമോസിനോട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ കർത്താവ് പറയുന്നത്, നിന്നോട് ഞാൻ ഈ ഭൂമിയിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ എന്താണ് സ്വർഗത്തിലെ കാര്യം പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും? അപ്പോൾ കർത്താവ് തന്നെയാണ് പറയുന്നത്, നിങ്ങളോട് ഇതെല്ലാം, അതുകൊണ്ടാണ് ഭൂമിയുടെ കാര്യമെല്ലാം പറയുന്നത്. ഇതെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുവാനുള്ള പ്രാപ്തിയില്ല. മനസ്സിലായോ? നമുക്ക് പലതും പറഞ്ഞാൽ റിസീവ് ചെയ്യാനുള്ള ആത്മീയ ശക്തിയില്ല, ആത്മീയ കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ ഒരു കുഴപ്പം നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം എന്താണ്? നമ്മൾ നമ്മളിങ്ങനെ നേരെയല്ല നടക്കുന്നുള്ളൂ. നേരെ നടക്കുന്നതിന് എന്തോ കാണും, മുമ്പിലുള്ളത് കാണാം, സൈഡിലുള്ളത് കാണാം, തിരിഞ്ഞു നോക്കിയാൽ പുറകിലുള്ളതും കാണാം. ഇത്രയെല്ലാം നമുക്ക് കാണത്തുള്ളൂ. പിന്നെ താഴോട്ട് നോക്കിയാൽ ഭൂമിയിലുള്ളതും കാണാം. പിന്നെ എങ്ങനെ മേപ്പോട്ട് നോക്കിയാലല്ല ഉയരത്തിലെ ചിന്തിക്കാൻ പറ്റൂ. ചിറമേലച്ഛൻ അറിയാമല്ലോ, ചിറമേലച്ഛനെ തൃശ്ശൂരുള്ള അച്ഛനൊരു കാര്യം പറയും, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അച്ഛൻ്റെ മെസ്സേജ്. അച്ഛൻ പറഞ്ഞു, ഉയരത്തിലുള്ള ചിന്തിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം ഏതാണെന്നറിയാമോ? കേട്ടിട്ടുണ്ടോ ഈ മെസ്സേജ്? ICU എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ICU ഇല്ല, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. അതിനെ വേറൊരു രീതി ചിന്തിച്ചാൽ എന്താ? ഞാൻ, കാണുന്നു, നിന്നെ. ICU കിടക്കുന്നുണ്ട്, ഞാൻ നിന്നെ കാണുമെങ്കിൽ നേരെ കിടക്കുമല്ലേ? കയ്യിൽ ഇവിടെ ഒരു സ്ട്രിപ്പ് ഉണ്ടാവും, ഇവിടെ ഒരെണ്ണം ഉണ്ടാവും, കാലയിൽ ഒരെണ്ണം ഉണ്ടാവും. കൈയും അനക്കാൻ പറ്റത്തില്ല, കാലും അനക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരൊറ്റ കിടപ്പാ, മേപ്പോട്ട് നോക്കി കിടക്കും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആരെ കാണാം? ദൈവത്തെ കാണാം. അപ്പോഴാണ് നമ്മൾ ICU, എൻ്റെ കർത്താവേ ഞാൻ നിന്നെ കാണുന്നതെന്ന് പറയാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് അവസരം ഉണ്ടാകുന്നത്. അതിന് ICU കിടക്കാൻ അച്ഛൻ പറയുന്നത്, നമ്മൾ എപ്പോഴെങ്കിലും ഒരാഴ്ച ICU പോയി കിടക്കുന്നത് നല്ലതാണെന്നാണ്. കാരണം ICUവിൽ കിടന്നാലേ നമുക്കൊരു നല്ല ദൈവത്തെ പറ്റിയുള്ളൊരു ദർശനം കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ താഴോട്ടും വലത്തോട്ടും നോക്കി നടക്കുന്നതുകൊണ്ട് ഉന്നതത്തിലുള്ളത് ചിന്തിക്കാൻ നമ്മൾ കഴിയില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി, നമ്മൾ ഒരാഴ്ചയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എത്ര സമയം
നമ്മൾ ഈ ബൈബിളിലെ കാര്യങ്ങളല്ല ഞാനീ പറയുന്നത് കേട്ടോ. ബൈബിൾ വായിക്കുന്നതും അല്ലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ എത്ര വിഷയങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് കർത്താവേ എന്നെ ആത്മീയമായിട്ട് അനുഗ്രഹിക്കണമേ, എന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നടത്തണമേ എന്നൊക്കെ എത്ര വാക്കുകൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വരും. അതേസമയം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വേറെ ഭൂമിയിലെ ഒരുപാട് കാര്യങ്ങളാണ്. എൻ്റെ മക്കളുടെ കാര്യം, സഭയുടെ കാര്യം, ശുശ്രൂഷകളുടെ കാര്യം, സാമ്പത്തിക വിഷയങ്ങൾ, ഇതൊക്കെയല്ലേ നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ. അവിടെ പോലും നമ്മൾ ഉയരത്തിലെ ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പം നമുക്ക് ഉയരത്തിലെ നമ്മൾ ചിന്തിക്കുവാൻ നമുക്ക് അവസരമുള്ളപ്പോൾ ചിന്തിക്കണം. അതുപോലെ തന്നെ ഇത് ചിന്തിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ അധികമായിട്ട് വേണം. അതാണ് എനിക്കിന്ന് നിങ്ങളോട് ആഴമായിട്ട് പറയാനുള്ളത്. ഈ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എബ്രായ ലേഖനത്തിൽ കാണുന്ന പോലെ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള ഓട്ടമാണ്. പൗലോസ് പറയുന്നത് ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവും ഇനി മരിക്കുന്നത് ലാഭവും. അതാണ് ഉന്നതമായിട്ടുള്ള ചിന്ത. അല്ലാതെ ഈ ഭൂമിയിലെ ഒരു കാര്യം വെച്ചിട്ടല്ല വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തോട് ഉള്ള ആ നടപ്പാണ്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉള്ള ഓട്ടമാണ്. ഇത് ഓടണമെങ്കിൽ നമുക്ക് ഈ കർത്താവ് പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വേണം. ഇവിടെ നമുക്കൊരു വലിയ പ്രശ്നമുണ്ട്. സമൂഹത്തിൽ ഏറ്റവും കുറച്ച് മാത്രം പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ബലപ്പെട്ട് ജീവിക്കണം എന്നുള്ളൊരു വിഷയം. അതുകൊണ്ട് പക്ഷെ എന്ന് കരുതി നിങ്ങൾ വിചാരിച്ചു പോകുന്നത് ഇങ്ങനൊരു സംഭവം ഈ ബൈബിളിൽ ഇല്ലെന്നോ അല്ല വിശ്വാസികളുടെ ജീവിതത്തിൽ ഇതില്ലെന്നോ നിങ്ങൾ വിചാരിച്ചു പോകല്ല. യൂണിറ്റി പരിശുദ്ധാത്മാവെന്ന വിഷയം പഠിപ്പിക്കുവാനും പരാജയപ്പെട്ടു എന്നുള്ളത് അവരെല്ലാവരും സംഭവിച്ചു. കാരണം ഇതില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ആത്മീയ സമൂഹത്തിൽ കാണുന്ന എല്ലാ അപജയത്തിനും കാരണം. അല്ല നമ്മൾ വിചാരിക്കും ഇന്ന് കുഞ്ഞുങ്ങൾ അത് ചിന്തിച്ചു പോകുന്നു, ഈ കുഞ്ഞുങ്ങൾ ചിന്തിച്ചു പോയപ്പോൾ എൻ്റെ തലമുറ എന്തുമായിരുന്നു മെച്ചം, ഇവരെക്കാളിലൊന്നും മെച്ചമല്ല എൻ്റെ തലമുറയെക്കാട്ടിലും മേലെയുള്ള എൻ്റെ പപ്പായുടെയൊക്കെ തലമുറ എന്തായിരുന്നു മെച്ചം, ഒട്ടും മെച്ചമല്ല. കാരണം എന്താണെന്നറിയാമോ, എൻ്റെ പപ്പായ്ക്ക് 80 വയസ്സുള്ള കാലഘട്ടത്തിൽ അവരെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് ഞെരുക്കമുള്ള തലമുറയായിരുന്നു ഇപ്പോൾ 80, 85, 90 വയസ്സുള്ളവരുടെ തലമുറ. കാരണം ആ കാലഘട്ടങ്ങളിൽ അവരുടെ ചെറുപ്പകാലങ്ങളിൽ ഫുഡിന് പോലും ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ അവരുടെ ഒരേ ഒരു ചിന്ത എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ട്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഗൾഫിലും UK അവിടെ ഇവിടെ എല്ലാം പോയി. ഈ മനുഷ്യരുടെ ചിന്ത മുഴുവൻ എങ്ങനെയും 10 രൂപ ഉണ്ടാക്കി വീട്ടിൽ പെങ്ങന്മാരെ കെട്ടിക്കണം, വീട്ടിലൊരു വീട് വെക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ഇത് മാത്രമേ ഉള്ളവർ ചിന്ത. കാരണം ഞാൻ പറഞ്ഞത് ആത്മീയമായിട്ടുള്ള ഞാനീ പറയുന്ന രീതിയിലുള്ള ഉയരത്തിലേത് ചിന്തിക്കുവാൻ നമ്മുടെ 90, 100 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും പരാജയപ്പെട്ടു പോയി എന്നുള്ളത് നഗ്ന സത്യമാണ്. കാരണം എന്താണെന്നറിയാമോ, ഇങ്ങനെയുള്ളൊരു പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കണം എന്നുള്ളത് 100 വയസ്സുള്ളവരെയും ആരും പഠിപ്പിച്ചില്ല, ഇപ്പോഴുള്ള ചെറുപ്പക്കാരെയും ആരും പഠിപ്പിക്കുന്നില്ല. അതാണ് പ്രോബ്ലം. അല്ലാതെ ഇവർ ലോകത്തിൻ്റെ ഇത് കണ്ടോ അല്ലെങ്കിൽ ലോകത്തിലെ സൊസൈറ്റിയുടെ ചേഞ്ചസ് കണ്ടോ ഒന്നും അല്ല ഈ തലമുറകൾ പുറമോട്ടായി പോകുന്ന ആത്മീയ താല്പര്യം കുറഞ്ഞു പോകുന്നത്. ആത്മീയ താല്പര്യം താഴ്ന്നു പോകുന്നതിൻ്റെ ഒരു ഒറ്റ ഇതേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14, 17 എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പറയുവാൻ പഠിപ്പിക്കാൻ നമ്മൾ എന്തുകൊണ്ട് ഇത്ര മടിക്കുന്നേ? കർത്താവ് പറഞ്ഞെന്താ, കാര്യസ്ഥൻ വന്ന് നിങ്ങളിൽ വസിക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പറഞ്ഞു തരും, നിങ്ങളെ ബലപ്പെടുത്തും. ഇത് ലോകം ഇവനെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ആത്മീയമായിട്ടുള്ള താല്പര്യമില്ലാത്ത ആൾക്കാരെല്ലാം ഇതിൽ പെടും. സ്നാനപ്പെട്ടവനായിരിക്കാം, പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ആത്മീയ താല്പര്യമില്ലെന്നുള്ളത് നഗ്ന സത്യമാണ്. അവൻ പരിശുദ്ധാത്മാവ് എന്താണെന്ന് അവൻ അറിയുന്നില്ല, അവൻ മനസ്സിലാക്കിയിട്ടില്ല. 1 കൊരിന്ത്യർ 3:16 6:19 പറയുന്നത് എന്താ? യു ആർ ദ ടെമ്പിൾ ഓഫ് ഹോളി ഗോസ്റ്റ്. പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കും. നീ കർത്താവെ രക്ഷികർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ 1 യോഹന്നാൻ 4:1 5 1 കൊരിന്ത്യർ 12:1 ഇതെല്ലാം പറയും. നീ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിലാണ് നീ രക്ഷിക്കപ്പെടുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ നിന്നിൽ
പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളതിന് അത് തെളിവല്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. 1 കൊരിന്ത്യർ വീട്ടിൽ പോയി നന്നായിട്ട് വായിച്ച് പഠിക്കേണ്ട ഒരു അധ്യായമാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം, അതിന് 7-ാം വാക്യം വായിക്കാം. പന്ത്രണ്ടാം വാക്യം കൂടെ. ലോകത്തിന്റെ ആത്മാവിനല്ല, ദൈവം നമുക്ക് നൽകിയത് ആത്മാവായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ പ്രാപിച്ചത്. 13. വചനങ്ങൾ മനുഷ്യന് ഉദ്ദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയമായത് തെളിയിക്കുന്നു. ഈ അധ്യായത്തിൽ വളരെ ക്ലിയറായിട്ട് നമുക്ക് ആത്മീയ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ മർമ്മം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ അത് ഉപയോഗിച്ചിരുന്ന വാക്ക് തന്നെ ദിസ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഹെവൻ എന്നാണ്. ഇത് മർമ്മമാണ്, ആത്മീയ മർമ്മമാണ്. വചനം മനസ്സിലാക്കണമെങ്കിലും ആത്മീയമായിട്ടുള്ള ഞാനീ പറഞ്ഞ ഉയരത്തിലുള്ളത് അന്വേഷിക്കാനുള്ള താല്പര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരണമെങ്കിലും ഈ പരിശുദ്ധാത്മാവിനുള്ള കൃപ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടതായിട്ടുണ്ട്. 13-ാം വാക്യത്തിൽ പറയുന്നത് അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചത് കൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. നമുക്ക് ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിപ്പാനും മനസ്സിലാക്കുവാനും കഴിയാതെ പോകുന്നതിൻ്റെ അതിൻ്റെ യഥാർത്ഥ കാരണം ഇതിൽ നമുക്ക് 2-ാം അധ്യായത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ വചനം 2 തിമോത്തിയോസ് 3:16 എന്താ പറഞ്ഞേക്കുന്നത്? ദൈവത്തിൻ്റെ വചനം പത്രോസും യാക്കോബും യോഹന്നാനും യൂദായും എഴുതിയതല്ല, ദൈവാത്മാവിൻ്റെ നിശ്വാസീയമായിട്ട് എഴുതപ്പെട്ട് നൽകിയിരിക്കുന്ന വചനമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? അതുകൊണ്ടാണ് നിക്കോദിമോസിനോട് പറയുന്നത്, നിനക്കിത് മനസ്സിലാവില്ല. സ്വർഗത്തിലെ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം, പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കണം. അതിനാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾക്കിത് മനസ്സിലാകണമെങ്കിൽ മനുഷ്യൻ്റെ ജ്ഞാനത്താൽ നിങ്ങൾക്കിത് അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിക്കുന്നു നിങ്ങളോട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവാത്മാവിൻ്റെ വ്യാപാരം നിങ്ങളുടെ ജീവിതത്തിൽ വേണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലുള്ളവരാണ്. ഇത് പറയുമ്പോൾ അതിനോട് കൂടെ ചേർത്ത് ഞാൻ നമുക്ക് എഫേസ്യ ലേഖനം 4 പറഞ്ഞതും 5-ാം അധ്യായത്തിൽ പറയുന്നതും എന്താണ്? നിങ്ങൾ ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗ്രീവ്ഡ് ഇൻ യു എന്ന ഹോളി സ്പിരിറ്റ് ഈസ് ക്വൻച്ച്ഡ് ഇൻ യു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ താല്പര്യത്തോടെ ഒക്കെ നിങ്ങൾ ഇതൊക്കെ സ്വീകരിച്ച് കാണും. എന്നാൽ ഈ 2 വാക്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആയിരിക്കുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ദുഃഖിച്ച അവസ്ഥയിലും പരിശുദ്ധാത്മാവ് നമ്മളിൽ കെട്ടുപോയ അവസ്ഥയിലുമാണ് നമ്മുടെ ജീവിതത്തിൽ. നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, കർത്താവേ എന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറയ്ക്കണമേ, എനിക്ക് അധികമായിട്ട് സ്വാധീനം നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കെട്ടവസ്ഥയും അല്ലെങ്കിൽ ദുഃഖിക്കുന്ന അവസ്ഥയൊക്കെ മാറും. അതിനുവേണ്ടി നിങ്ങൾക്ക് 2 ഗുണം മിനിമം ഇതിനുണ്ടായിരിക്കണം. നിങ്ങൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം അവകാശമാക്കും. നിങ്ങൾക്ക് ഹൃദയശുദ്ധി വേണം. കുഞ്ഞുങ്ങളെ പോണക്കുള്ള ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രാപിച്ചെടുക്കുവാൻ കഴിയുള്ളൂ. അല്ല നിങ്ങളുടെ വക്രതയും ഉടായ്പും ഈ ജഡത്തിൻ്റെ സ്വഭാവവും വെച്ചിട്ട് എന്നെ പരിശുദ്ധാത്മാവിനെ ശക്തീകരിച്ച് എനിക്ക് വചനം മനസ്സിലാക്കി തരണമേ, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ തരണമേ, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം തരണമേ എന്നൊന്നും പ്രാർത്ഥിച്ചാൽ 100% നിങ്ങൾ പരാജയപ്പെടും, നടക്കില്ല. അതുപോലെ തന്നെ ആത്മാവിൽ ദാരിദ്ര്യ അവസ്ഥ നിങ്ങൾ അനുഭവിക്കണം. ഞാനൊന്നുമല്ല, എൻ്റെ ആത്മാവ് ഒന്നുമല്ല ദൈവമേ, നിന്റെ ആത്മാവാൽ എന്നെ നിറയ്ക്കണമേ, ശക്തീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഈ 2 കാര്യം
ഹൃദയശുദ്ധിയും നമ്മുടെ ആത്മാവിൻ്റെ ദാരിദ്ര്യ അവസ്ഥയിൽ പിതാവേ അവിടുത്തെ ആത്മാവിനെ നൽകി നിറയ്ക്കണേ എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് സാധിച്ചെടുക്കുവാൻ കഴിയുള്ളൂ. ഞാനിത് വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനവും ശക്തിയും പ്രസൻസും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഞാനിത് നിങ്ങളോട് വീണ്ടും ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്, ഇത് വന്ന് നിങ്ങളോട് ഇങ്ങനൊരു മെസ്സേജ് പറയില്ല. നിങ്ങൾ പുതിയ നിയമം വായിച്ചു നോക്കിക്കോളൂ. ഇതെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഹെവൻ. ഇത് മർമ്മമാണ്, മർമ്മം. ഇത് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾക്കിത് മനസ്സിലാകില്ല. നിങ്ങൾക്കിത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള ഉന്നതിയിലുള്ള ചിന്ത വേണം. അത് നിങ്ങൾ ഇന്ന് നാളെ എന്ന് പറഞ്ഞിരുന്നാലുണ്ടല്ലോ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ നാളെ നമുക്ക് അവസരമുണ്ടാവത്തില്ല. ഒരുപക്ഷെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടേക്കാം. ഇനി മാറ്റപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കേട്ടാൽ മനസ്സിലാകാത്തതും അല്ലെങ്കിൽ മനസ്സിലായാൽ അത് ഗ്രഹിപ്പാനും ചിന്തിപ്പാനും കഴിയാത്ത അവസ്ഥയിൽ നമ്മളായിപ്പോകും. അതുകൊണ്ട് ഇന്ന് നമുക്കിത് ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ അത് കേട്ട് ഗ്രഹിച്ച് കർത്താവിൻ്റെ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ വലിയവനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആഗ്രഹത്തോടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.